അവനൊരു സാധാരണ കുഞ്ഞല്ല. അസുരന്മാരുടെ അന്ത്യം, ധർമ്മത്തിന്റെ ആരംഭം. മധുരയുടെ സിംഹാസനത്തിൽ ഇരുന്നിരുന്ന രാജാവ് കംസൻ ഒരു പ്രവചനം കേട്ടപ്പോൾ അവന്റെ ഹൃദയം പൊട്ടിപ്പോയി. ദേവകിയുടെ 8ാമത്തെ മകൻ നിന്നെ നശിപ്പിക്കും. കൃഷ്ണനെ ഇല്ലാതാക്കാൻ അസുരന്മാരെത്തിത്തുടങ്ങി. ആദ്യമായി പൂതന, സുന്ദരിയായ മാതാവിന്റെ രൂപത്തിൽ വിഷം നിറച്ച നെഞ്ചോടെ. കുഞ്ഞു കൃഷ്ണൻ ചിരിച്ചു. അവൻ പാൽ കുടിച്ചില്ല, അവളുടെ പ്രാണൻ കുടിച്ചു. അവൾ വീണപ്പോൾ ഭൂമി നടുങ്ങി. എന്നാൽ അവൾക്ക് മോക്ഷം ലഭിച്ചു. കാരണം കൃഷ്ണൻ ശിക്ഷിക്കുന്നവനല്ല, രക്ഷിക്കുന്നവൻ. ഒരു ദിവസം ആകാശം കറുത്തു. കാറ്റ് ചുഴലിക്കാറ്റായി മാറി. തൃണാവർത്തൻ കൊടുങ്കാറ്റായി വന്നു. കൃഷ്ണനെ ആകാശത്തേക്ക് ഉയർത്തി. പക്ഷേ ആകാശത്തിൽ ഒരത്ഭുതം നടന്നു. കുഞ്ഞ് പെട്ടെന്ന് ഭാരമായി. അസുരൻ ശ്വാസം മുട്ടി. കാറ്റ് നിശബ്ദമായി. കൊടുങ്കാറ്റ് അവസാനിച്ചു. ഉത്സവദിനം. ഒരു പഴയ വണ്ടിക്കു കീഴിൽ കിടന്നിരുന്ന കുഞ്ഞ് ശകാടാസുരൻ ആ വണ്ടിയിൽ പ്രവേശിച്ചു. ചെറിയൊരു കാൽചലനം, ഒരു ലഘു അടിയോടെ വണ്ടി തകർന്ന് ചിതറിപ്പോയി. വനത്തിൽ കളിക്കുന്ന ബാലന്മാർ, ആകാശം മറയ്ക്കുന്ന ഭീമൻ കൊക്ക് ബകാസുരൻ. അവൻ കൃഷ്ണനെ മുഴുവൻ വിഴുങ്ങി. ഇരുട്ടിൻ്റെ ഉള്ളിൽ ഒരു സ്വർണപ്രകാശം തെളിഞ്ഞു. ഒരു നിമിഷം കൊണ്ട് കൊക്കിൻ്റെ കൊക്ക് പൊട്ടി. അസുരൻ വീണു. കാളിയൻ, വിഷസർപ്പം, അനേകം ഫണങ്ങളോടെ ഉയർന്നു. പക്ഷേ കൃഷ്ണൻ വെള്ളത്തിലേക്ക് ചാടി. യുദ്ധം നടന്നു. പിന്നെ അത്ഭുതം. കൃഷ്ണൻ സർപ്പത്തിൻ്റെ ഫണങ്ങളിൽ നൃത്തം ചെയ്തു. ശിക്ഷിച്ചു, പക്ഷേ കൊല്ലാതെ വിട്ടു. കാരുണ്യമാണ് അവൻ്റെ യഥാർത്ഥ ശക്തി.